അപ്പോൾ നമ്മൾ ലിൻഡലിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ മെറ്റീരിയൽസ് ഫോർ ലിൻഡൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു. ഏതൊക്കെയായിരുന്നു? വുഡ് ഓർ ടിമ്പർ ലിൻഡൽസ് ഉണ്ട്, സ്റ്റോൺ ലിൻഡൽസ് ഉണ്ട്, ബ്രിക്ക് ലിൻഡൽസ്, സ്റ്റീൽ ലിൻഡൽസ്, RCC ലിൻഡൽസ്. അതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്താണ് വുഡ് ഓർ ടിമ്പർ ലിൻഡൽസ് എന്നാണ്. ഓക്കെ, എന്താണ് വുഡ് ഓർ ടിമ്പർ ലിൻഡൽസ്? ഓക്കെ, അപ്പോൾ വുഡ് അല്ലെങ്കിൽ ടിമ്പർ ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ ഒരു ടിമ്പറിൻ്റെ ഒരു പീസ് ഉണ്ടാവും. ഓക്കെ, ഒരു ടിമ്പറിൻ്റെ ഒരു പീസ് ഉണ്ടാവും. ഓക്കെ, ഒരു ടിമ്പർ പീസ് ഉണ്ട്. അതിന് നമ്മൾ ഒരു ഓപ്പണിങ്ങിന് അക്രോസ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുന്നത് വുഡ് അല്ലെങ്കിൽ ടിമ്പർ ലിൻഡൽസ്. ദീസ് ലിൻഡൽസ് കൺസിസ്റ്റ് ഓഫ് പീസ് ഓഫ് ടിമ്പർ വിച്ച് ആർ പ്ലേസ്ഡ് അക്രോസ് ദ ഓപ്പണിംഗ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ടൈപ്പ്. ഓക്കെ, ഓൾഡസ്റ്റ് ടൈപ്പ് ലിൻഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വുഡ് അല്ലെങ്കിൽ ടിമ്പർ ലിൻഡൽസ് ആണ്. ഓക്കെ, and they have become obsolete except in hilly areas or places where the timber is easily available. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ടിമ്പർ ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കെയിം ഒബ്സലേറ്റ്. ഓക്കെ, എക്സെപ്റ്റ് എവിടെയൊക്കെയാണ് ഹില്ലി ഏരിയാസിലും പിന്നെ ടിമ്പർ എവിടെയൊക്കെയാണോ ഈ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ ടിമ്പർ ലിൻഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ടിമ്പറിൻ്റെ ഒരു പീസ് യൂസ് ചെയ്യുന്നു. നമുക്കിതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബിൽറ്റപ്പ് സെക്ഷൻസ്, അതായത് 2-3 എന്താണ് ടിമ്പർ പീസസിനെ കണക്ട് ചെയ്ത് ബിൽറ്റപ്പ് സെക്ഷൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടിമ്പർ ലിൻഡൽസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു പോയിന്റ് അറിഞ്ഞിരിക്കും, എന്താണ് ഫ്ലിച്ച്ഡ് ലിൻഡൽ? എന്താണ് ഫ്ലിച്ച്ഡ് ലിൻഡൽ? ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫ്ലിച്ച്ഡ് ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലിച്ച്ഡ് ലിൻഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ടിമ്പർ ലിൻഡലുണ്ട്. ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും ഞാൻ എന്ത് പ്ലേസ് ചെയ്യുന്നു? മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ്. എന്താണ്? മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുവാണ്. എവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്? ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് പ്ലേസ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ സ്ട്രെങ്ത്. ഓക്കെ, സ്ട്രെങ്ത് കൂട്ടാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ റിസൾട്ടിങ് ആയിട്ടുള്ള ഈ ഒരു സെക്ഷനെ മുഴുവനായിട്ട് നമ്മൾ ഫ്ലിച്ച്ഡ് ലിൻഡൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇഫ് ദ ടിമ്പർ ലിൻഡൽസ് ആർ സ്ട്രെങ്തൻഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ് ഓൺ ടോപ്പ് ആൻഡ് ബോട്ടം ഇറ്റ് ഈസ് നോൺ ആസ് ഫ്ലിച്ച്ഡ് ലിൻഡൽ. ഓക്കെ, ഇനി ഈ വുഡ് ലിൻഡൽസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ബിയറിംഗ് പറഞ്ഞല്ലേ, ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? എന്തുമാത്രമാണ് ആ ടിമ്പർ വാളിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വുഡ് ലിൻഡൽസ് ആണെങ്കിൽ അതിൻ്റെ ബിയറിംഗ് എത്രയാണെന്ന് ചോദിച്ചാൽ ബിയറിംഗ് എന്ന് പറയുന്നത് 150 mm to 200 mm ആണ് വരുന്നത്. ഓക്കെ, എത്രയാണ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ 150 mm to 200 mm ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺ ദ വാൾ. And the ends of lindel should be placed on mortar so as to create a level and firm bearing. Okay, ഇതെന്ന് പറയുന്നത് എന്താ? മോട്ടാർ പ്ലേസ് ചെയ്യണം. ഓക്കെ, എൻഡ്സ് ഓഫ് ലിൻഡൽ ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ മോട്ടാർ. മോട്ടാറിൽ വേണം ഈ എൻഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ബിയറിംഗ് ഇതിൽ വേറെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പറയുന്ന വാല്യൂസ് ഇത് എല്ലാത്തിലും പഠിക്കാനുണ്ട്. അപ്പോൾ ബിയറിംഗ് പറഞ്ഞു. ഇനി അടുത്ത് വരുന്നത് വിഡ്ത്ത് ഓഫ് ലിൻഡൽ. എന്താണ് വിഡ്ത്ത് ഓഫ് ലിൻഡൽ? ലിൻഡലിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു തിക്നെസ് ഓഫ് ഓപ്പണിംഗ്. എന്താണ്? തിക്നെസ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ദ ഡെപ്ത് ഓഫ് ലിൻഡൽ. എന്താണ്? വിഡ്ത്ത് എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൻ്റെ തിക്നെസ്സിന് ഈക്വലാന്ന് പറഞ്ഞു. പിന്നെ ഡെപ്ത് ഓഫ് ലിൻഡൽ ഇറ്റ് ഷുഡ് ബി അബൌട്ട് 1/12 to 1/8 ഓഫ് സ്പാൻ. ഓക്കെ, വിത്ത് എ മിനിമം വാല്യൂ ഓഫ് 80 mm. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞു. ബിയറിംഗ് എന്ന് പറഞ്ഞാൽ 150 mm 200 mm ഇടയ്ക്കാന്ന് പറഞ്ഞു. ദെൻ വിഡ്ത്ത് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് അവിടുത്തെ ഏത് ഓപ്പണിങ്ങിന് അക്രോസ് ആയിട്ടാണോ ആ ലിൻഡൽ പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ തിക്നെസ്സിന് ഈക്വൽ ആയിരിക്കണം. ഡെപ്ത് ഓഫ് ലിൻഡൽ ഈസ് ഈക്വൽ ടു 1/12 to 1/8 ഓഫ് സ്പാൻ ആയിരിക്കണം. ആൻഡ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് മിനിമം എത്ര ഉണ്ടായിരിക്കണം? 80 mm ഉണ്ടായിരിക്കണം. സപ്പോസ് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 60 mm ആണ് ഞാൻ ചെയ്തപ്പോൾ കിട്ടിയത്. സ്പാന് 1/12 അല്ലെങ്കിൽ 1/8 സ്പാൻ എടുത്തപ്പോൾ 60 mm കിട്ടി. അപ്പോൾ ഞാൻ ഏതാ കൊടുക്കേണ്ടത്? 80 mm ആണ് കൊടുക്കേണ്ടത്. കാരണം മിനിമം 80 mm അവിടെ വേണം. ഓക്കെ, ഇനി ഈ വുഡ് ലിൻഡൽസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ. അല്ലേ, പെട്ടെന്ന് കത്താനൊക്കെ ചാൻസ് ഉള്ളതാണ് ഈ വുഡ് ലിൻഡൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വീക്ക്. ബാക്കിയുള്ള മെറ്റീരിയൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് വീക്കാണ്.
If wood lintels is to be used for large spans, it is necessary to design it as a timber beam simply supported at its ends. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്മോൾ സ്പാൻസിനാണ് ലിൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാർജ് സ്പാൻസിനൊക്കെയാണ് വുഡ് ലിൻഡേഴ്സ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഇട്ട് അതിനെ എന്താണ് ഒരു ടിമ്പർ ബീമായിട്ട്, സിംപ്ലി സപ്പോർട്ടഡ് ടിമ്പർ ബീമായിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഈ 4 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ടിമ്പർ ലിൻഡലിൻ്റെ കേസിൽ. പിന്നെ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, എന്താണ് ഓൾഡസ്റ്റ് ടൈപ്പാണെന്നും പറഞ്ഞു. പിന്നെ ഫ്ലിച്ച്ഡ് ലിൻഡൽ എന്താണെന്നും പറഞ്ഞു. ഫ്ലിച്ച്ഡ് ലിൻഡൽ എന്തായിരുന്നു, നമ്മുടെ ഒരു ടിമ്പർ ലിൻഡലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ് കൊടുത്താൽ ആ റിസൾട്ടിങ് മെമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലിച്ച്ഡ് ലിൻഡൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം.